ഹൈദരാബാദിൽ അല്ലു അർജുൻ നായകനായ പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലുംപ്പെട്ട ഒരു സ്ത്രീ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ദിൽസുഖ് നഗറിലെ രേവതിയാണ് മരിച്ചത്. RTC ക്രോസ് റോഡിലുള്ള സന്ധ്യ തിയേറ്ററിൽ ഇന്നലെ രാത്രി 10:30ഓടെയാണ് അപകടം നടന്നത്. തിയേറ്ററിൽ പ്രീമിയർ ഷോയ്ക്കെത്തിയ അല്ലു അർജുനെ കാണാനാണ് വലിയ ഉന്തും തള്ളുമുണ്ടായത്. റിലീസിന് മുന്നോടിയായി തിയേറ്ററിന് മുന്നിൽ പോലീസും ആരാധകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനു നേരെ പോലീസ് ലാത്തി വീശി. ഭർത്താവ് ഭാസ്കറിനും 2 മക്കൾക്കുമൊപ്പമാണ് യുവതി സിനിമ കാണാനെത്തിയത്. അല്ലു അർജുനെ കാണാൻ ആളുകൾ ഉന്തും തള്ളുമുണ്ടായതോടെ രേവതിയും മകനും ഇതിനിടയിൽപ്പെടുകയായിരുന്നു. പോലീസും അടുത്തുണ്ടായിരുന്നവരും ഉടൻ തന്നെ യുവതിക്കും മകനും CPR നൽകുകയും തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. മകനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. രേവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാന്തി ആശുപത്രിയിലേക്ക് മാറ്റി. അല്ലു അർജുൻ വേദിയിലെത്തിയെന്ന വാർത്ത പരന്നതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായെന്ന ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. പോലീസ് തിയേറ്ററിൻ്റെ ഗേറ്റുകൾ അടച്ചെങ്കിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായില്ല. ലോകമെമ്പാടുമായി 12,000 സ്ക്രീനുകളിലൂടെയാണ് ചിത്രം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പുലർച്ചെ 4 മണിക്കായിരുന്നു ആദ്യ ഷോ. പുഷ്പരാജിന്റെ 2ാം വരവിനായി ഏറെ ആവേശത്തിലായിരുന്നു അല്ലു അർജുന്റെ ആരാധകർ. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. പുഷ്പ ദ റൂൾ ഇതിൻ്റെ തുടർച്ചയെത്തുമ്പോൾ സകല റെക്കോർഡുകളും കടപുഴകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. ചിത്രത്തിൽ അല്ലു അർജുന് പുറമെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, സുനിൽ, ജഗ്പതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായുള്ളത്. പണം ഞങ്ങൾ തരും. കുടുംബത്തോടൊപ്പമാണ് രേവതി സിനിമ കാണാനെത്തിയത്. ഭർത്താവ് ഭാസ്കറിനും മക്കളായ ശ്രീതേജ്, സാൻവിക എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. 3 ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. രേവതിക്ക് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ CPR നൽകിയ ശേഷം വിദ്യാനഗറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റിലീസിനോടനുബന്ധിച്ച് അർദ്ധരാത്രി മുതൽ റോഡുകളെല്ലാം ഫാൻസ് കൈയടക്കിയിരുന്നു. തുടർന്ന് വിവിധയിടങ്ങളിൽ ട്രാഫിക് തടസ്സവും നേരിട്ടിരുന്നു. ഈ സമയം പുഷ്പ താരം അല്ലു അർജുൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. IMAX സ്ക്രീനിലടക്കം വമ്പൻ റിലീസായാണ് എത്തുന്നത്. ചിത്രം ഇതിനകം 100 കോടിയുടെ പ്രീ സെയിൽ നേടിയതായി റിപ്പോർട്ടുകളുമുണ്ട്. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലാണ് ചിത്രം റിലീസിലെത്തുന്നത്. E4 എൻ്റർടൈൻമെൻറ്റ്സ് ആണ് പുഷ്പ 2 കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അല്ലു അർജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിലാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്നത്. മൈക്രി മൂവി മേക്കേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നതും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.